Hello, good morning. Hello. Good morning. ക്ഷരം മാത്രമുള്ളോ? ജസ്റ്റിൻ എത്തിയില്ലേ? കണ്ടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂവേഷൻ ഓഡിറ്റിന്റെ PDF എടുക്കുക. എല്ലാവരും കയ്യിലില്ലേ? ഓഡിറ്റിന്റെ PDF ഉണ്ട്. ഹലോ, കേട്ടില്ല. എന്താണ് സർ? ഓഡിറ്റിന്റെ PDF ആണ് നമ്മുടെ കയ്യില് ഇപ്പൊ ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? അത് നമുക്ക് എടുക്കാം കണ്ടിന്യൂവേഷൻ ആയിട്ട്. PDF എടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുത്ത് പോകുമ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാവൂലേ PDF കയ്യിലില്ലെങ്കിൽ? ഇല്ല, ഞാൻ പിന്നീട് എഴുതിയെടുക്കണേ. എന്തായാലും അപ്പൊ നോട്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ PDF കിട്ടുമ്പോ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളാണ് പറയണത്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത്തിരി കൂടി എന്താ പറയണ സ്ലോ ആവണമെന്ന് തോന്നണല്ലേ? നിങ്ങൾക്കൊന്ന് ക്യാച്ച് ചെയ്തെടുക്കണേ, നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ. എന്തായാലും ഇതിലും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് എന്താ പറയുക അബ്രിവിയേഷൻ ആയിട്ട് ഷോർട്ട് ആക്കി ചെയ്തിട്ട് കഴിഞ്ഞാൽ PDF എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും കൈവശം എടുക്കുക. എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ എന്താ പറയാ സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ സംഭവത്തില് പല പല സ്റ്റേജുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പ്രിപ്പയറിംഗ് ഓഫ് ഫോർ ഓഡിറ്റ്, സെലക്ടിങ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റെയിൻ ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്, അങ്ങനെയുള്ള പല സ്റ്റേജുകളിലാണ് ഇതിലൂടെയാണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുക എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറയുകയും ചെയ്തു. സ്റ്റേജ് ഫസ്റ്റ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. എന്താ നമ്മൾ ഓഡിറ്റ് പ്രിപ്പറേഷൻ നടത്തുക. ഓഡിറ്റ് വേണമെന്ന് ഉള്ള ഒരു നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിന്റെ യൂസേഴ്സ് ഇൻഫോർമേഷൻസ് അങ്ങനെ എന്താ പറയുക ഫസ്റ്റ് അതിലൂടെ തന്നെ നമ്മളൊരു ചെറിയ ചാർട്ട് പോലെ നമ്മളത് ഡിസൈഡ് ചെയ്ത് പോവുകയാണ്. എന്താണ് യൂസ് ഓഫ് ഇൻഫോർമേഷൻ, സെലക്ടിങ് ടോപ്പിക്, ഏതാണ് നമുക്ക് ഓഡിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്, പ്രയോറിറ്റീസ് ഓഡിറ്റ്, ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, ദെൻ ഡിഫൈനിങ് ദ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്, ദ നെക്സ്റ്റ് പ്ലാനിങ് ഓഡിറ്റ്. അങ്ങനെ നമ്മൾ ഓഡിറ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ എത്തുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റില് നമ്മൾ കണ്ടത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. എന്താണ് നമ്മൾക്ക് ആ ഒരു ഇതില് എന്ത് മാനദണ്ഡം വെച്ചാണ് നമ്മൾ ആ പർപ്പസ് നടത്തേണ്ടത് അല്ലെ? നമ്മൾ എപ്പോഴും പറയും ഓഡിറ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം എന്ന് പറയും അല്ലെ? ഓഡിറ്റ് നടത്തണമെങ്കിൽ നിലവിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡേർഡും ഒരു ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസും തമ്മിലുള്ള കമ്പാരിസൺ, അതിലൂടെയാണ് നമുക്ക് ഇനിയും എന്തൊക്കെ നേടാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ എവിടെയൊക്കെയാണ് പോരായ്മകള് എന്നത്, എന്തെങ്ങനെയൊക്കെയാണ് അത് പരിഹരിക്കാൻ പറ്റുക എന്നൊക്കെ നിശ്ചയിക്കാൻ പറ്റുക. അപ്പൊ സെലക്ടിങ് ക്രൈറ്റീരിയ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഓഡിറ്റ് വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. അതെങ്ങനെയാണ്? അപ്പൊ അതെന്താണ് ക്രൈറ്റീരിയ, എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. ഡിഫൈനിങ് ക്രൈറ്റീരിയ, എന്ത് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അതായത് ചിലപ്പോ ഇന്ന ടൈം ആയിരിക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പേഷ്യൻസിനെ പരിശോധിക്കണം, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര സ്കാനിങ് നടത്തണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ആയിരിക്കും നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് എന്തെങ്കിലും. അപ്പോ അതിന്റെ ഡിഫൈൻ, ആ സ്റ്റാൻഡേർഡ് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യുക. ദെൻ സോഴ്സ് ഓഫ് എവിഡൻസ്, ഇതിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ, മതിയായ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ? ആ തെളിവുകൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ വെറുതെ ഓടിപ്പോയി നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യില്ല. അതിനേതായ ഒരു തെളിവുകൾ വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുക. അത് ചിലപ്പോൾ നേരത്തെയുള്ള എക്സ്പീരിയൻസിന്റെ ബേസിൽ ആയിരിക്കും നമ്മൾ ഇത്രയും ആളുകളെ പരിശോധിക്കാം, അല്ലെങ്കിൽ ഇത്ര സ്കാൻ ചെയ്യാനൊക്കെ ആയിട്ട് സമയം കണ്ടെത്താൻ പറ്റും എന്നൊക്കെ ഉള്ളത് നേരത്തെ കൂട്ടിയുള്ള എക്സ്പീരിയൻസിന്റെ ബേസിലായിരിക്കും. ദെൻ അപ്രോച്ചിങ് ദ എവിഡൻസ്. അപ്പൊ അതെന്താണ് ചെയ്യുന്നത്? അത് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു ഡിഫൈൻ ചെയ്യുന്നു എന്താണ് ക്രൈറ്റീരിയ എന്ന്. ദെൻ സോഴ്സ് ഓഫ് എവിഡൻസ്, അതിന്റെ എവിഡൻസ് നമ്മൾ കണ്ടെത്തുന്നു. ദെൻ അപ്രൈസിങ് ദ എവിഡൻസ്, അതിന്റെ
ആ എവിഡൻസ് വിലയിരുത്തുകയാണ്. അത് ശരിയാണോ തെറ്റാണോ ആ എവിഡൻസ് ഒക്കെ പരിശോധിച്ച് വിലയിരുത്തുന്ന ഒരു സംഭവം കൂടിയാണ് എന്ത് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത്. തേർഡ് സ്റ്റേജ് എന്താന്ന് നോക്കാം, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ സ്റ്റേജ് പ്ലാൻ ചെയ്തു ഓഡിറ്റ് എന്താണ്. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. തേർഡ് സ്റ്റേജ് എന്തായിരിക്കും, എന്തായാലും അത് ആക്ച്വൽ പെർഫോമൻസ് എന്താണെന്നുള്ളതായിരിക്കും തേർഡ് സ്റ്റേജിൽ വരുന്നത്. അത് തന്നെയാ പറയുന്നത് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഇപ്പോഴത്തെ ലെവല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ലെവൽ എന്താണെന്നുള്ളതാണ് മെഷർ ചെയ്യുകയാണത്. അത് എങ്ങനെയാ മെഷർ ചെയ്യുന്നത്, അതായത് ഹാൻഡ്ലിംഗ് ഡാറ്റ, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് പ്ലാനിങ് ഡാറ്റ കളക്ഷൻ, ഡാറ്റകളുടെ ഒക്കെ മൂല്യങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, മെത്തേഡ് ഓഫ് കളക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്ത് നോക്കും. അപ്പൊ ആ ഒരു രീതി, അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് ഏതെങ്കിലും മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്ത് നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാൻ സാധിക്കുമോ ആ രീതിയിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്താ പറയാ എന്ത് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതി ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആക്ച്വൽ പെർഫോമൻസിലേക്ക് എത്തിക്കുകയാണ് ഈ ലെവലിൽ ചെയ്യുന്നത്. അപ്പൊ 3 സ്റ്റേജ് ആയി. ഇപ്പോ ആദ്യത്തെ സ്റ്റേജില് ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റേജില് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, ദെൻ ആക്റ്റീവ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഈ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റേജ് 4 മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ, ഇത്രയും സ്പീഡ് പോരാ, അല്ലെങ്കിൽ ഇത്രയും സ്ലോവിൽ പോയാലും ഇത് കാര്യം ചെയ്യാനായിട്ട് സാധിക്കും, നമ്മൾ ഇത്രയും തിക്കും തിരക്കും പിടിക്കേണ്ട, അല്ലെങ്കിൽ ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ ആവശ്യമായി വരുന്നത്, അപ്പൊ അതിൽ ഇനി ഇത്രയും എന്താ പറയുക വേസ്റ്റ് വരില്ല, ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ്സ് എങ്ങനെയെങ്കിലും വരുത്താനായിട്ടുള്ള ഒരു സ്റ്റേജാണിത്. അപ്പൊ അതിൽ പറയാം ഐഡന്റിഫൈ ബാരിയേഴ്സ്, പിയേഴ്സ്. അതൊരു മെയിൻ ഹെഡായിട്ട് പറയുന്ന ബാരിയേഴ്സ്, അതായത് എന്താണ് തടസ്സങ്ങൾ, അതിന്റെ തടസ്സങ്ങൾ എന്താണ്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടായിരിക്കും അത് കറക്റ്റ് ആയിട്ട് ആക്ച്വല് പെർഫോമൻസ് നടത്താൻ പറ്റാത്തത്. അപ്പൊ അതെന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ്. ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മോറല്, പുവർ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ചിലപ്പോൾ അത് പേടി കൊണ്ടായിരിക്കാം, ചിലപ്പോ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നത്, ചിലപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് അങ്ങോട്ട് എന്താ പറയുക കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും എളുപ്പത്തില് ചെയ്യാൻ പറ്റാത്തതിനുള്ള എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടിരിക്കും. അപ്പൊ ആ പേടി മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ചിലപ്പോൾ നമുക്ക് അറിവിന്റെ കുറവായിരിക്കും. ഇത് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് വേണ്ടി വരും, നമുക്ക് കൃത്യമായി അറിവ് കിട്ടാഞ്ഞിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദെൻ ലോ മോറല്, നമുക്ക് അതേമാതിരി തന്നെ എന്താ പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഇതന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള തന്റെ ഇടം എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ആ ഒരു സാമർഥ്യം നമുക്ക് കിട്ടാതെ വരും. മനോവീര്യം ചെയ്യാൻ ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില ഓപ്പറേഷനൊക്കെ സഡൻലി ചെയ്യേണ്ടതും ചില കാര്യങ്ങളൊക്കെ പെട്ടത്. അപ്പൊ അതില് എന്താ പറയാ ഹെഡായിട്ടുള്ള വ്യക്തികളുടെ അഭാവത്തിൽ ചിലപ്പോൾ ചെയ്യാതിരിക്കും അല്ലെ. ചിലപ്പോ എനിക്ക് കഴിവുണ്ടെങ്കിൽ, നോളജ് ഉണ്ടെങ്കിൽ, പേടിയില്ലെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് ഉള്ള ഒരു ധൈര്യം ഉണ്ടാവും. അതാണ് ലോ ഓഫ് മോറൽ എന്ന് പറയുമ്പോൾ ആ മനോവീര്യത്തിന്റെ കുറവ്. പുവർ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര, ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയാലാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ കമ്മ്യൂണിക്കേഷന്റെ അഭാവത്താലും എന്ത് സംഭവിക്കാം, എന്തെങ്കിലും ഡെഫിഷ്യൻസി വരാം. അപ്പൊ എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു ഏരിയയാണ് എന്താ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. എവിടെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ചേഞ്ച് ബൈ റിമൂവ് ബാരിയേഴ്സ്. നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് ഈ തടസ്സങ്ങളെ റിമൂവ് ചെയ്യുക എന്ന് വെച്ചാൽ മാറ്റിയെടുക്കുക. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ. ആദ്യം നമ്മൾ എന്താണ് ആ തടസ്സം എന്ന് മനസ്സിലാക്കുക, ദെൻ ആ തടസ്സത്തിനെ മാറ്റിയെടുക്കുക. അതാണ് എന്ത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് എന്ന സ്റ്റേജിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ സ്റ്റേജ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ദെൻ 4ലാണ് നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്സ്. ഇനി എന്താ പറയുന്നത്, ഈ ഇംപ്രൂവ്മെന്റ്സ് എന്താണ്, അത് സ്ഥിരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. ചിലപ്പോൾ നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്തു, ഈ ആഴ്ച വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റി, നെക്സ്റ്റ് ആഴ്ച വീണ്ടും പണ്ടത്തെ പോലെ ആവുകയാണെങ്കിൽ എന്താ വീണ്ടും അപ്പോ ആ പെർഫോമൻസ് റെഡ്യൂസ് ചെയ്ത് വരും അല്ലെ. അപ്പൊ ആ പെർഫോമൻസ് വീണ്ടും ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ എന്താണ്, അതൊരു
എപ്പോഴും ഒരു ഹാൻഡിൽ ഒരേ രീതിയിൽ സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതെന്താന്ന് നോക്കാം, റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. അത് തന്നെയാ പറയുന്നത്, നമ്മളുടെ ആ ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ് വരുത്തി തീർത്തതെന്ന് നമ്മൾ അവലോകനം ചെയ്യുക. അതാണ് റീഇൻഫോഴ്സിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു പേടി മാറ്റിയത്, അത് തന്നെ മറ്റുള്ളവർക്ക് അഡാപ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഇൻഫോർമേഷൻസ് എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയത്, എങ്ങനെയാണ് ആ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്തത്, അത് മറ്റു പേഴ്സൺസിനും പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മോണിറ്ററിങ് ആൻഡ് എവാലുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ അവലോകനം തന്നെയാണ്. മോണിറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ഷണത്തോടെ എന്നും, അതായത് നിരീക്ഷണം നമുക്ക് എപ്പോഴും ഡെയിലി അത് കണ്ടിന്യൂവേഷൻ ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഈ ഇംപ്രൂവ്മെന്റ്സ് നിലനിർത്തിക്കൊണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കമ്മ്യൂണിക്കേഷനിൽ ബ്രേക്ക് വന്നാല്, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല നല്ല പേടി മാറ്റുന്ന ഒരു പുഷപ്പ് ഒന്നും കൊടുക്കാതിരുന്നാല് ഇത് നിന്ന് പോകും. അപ്പൊ അതെല്ലാം ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് പോവുക. ഇതന്നെ റീഓഡിറ്റ്, വീണ്ടും ഓഡിറ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് കണ്ടെത്തുക. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റീഓഡിറ്റ്. നമ്മൾ 5th സ്റ്റേജിൽ കണ്ടെത്തിയ റീഓഡിറ്റ് വേണോ എന്നുള്ള ഡിസിഷൻ എടുത്തിട്ട് വേണമെങ്കിൽ റീഓഡിറ്റിന് തയ്യാറാവുക. റീഓഡിറ്റിംഗ് എന്താ പറയുന്നത്, റിവ്യൂ എവിഡൻസ്. അപ്പൊ നമ്മള് വീണ്ടും നോക്കുകയാണ്, ഇത് ആക്ച്വൽ പെർഫോമൻസിലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഒരു ഓഡിറ്റ് പർപ്പസിലേക്ക് പോകും. എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റാത്തത്, ആക്ച്വൽ പെർഫോമൻസ് എന്തുകൊണ്ട് സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് റിവ്യൂ ചെയ്യും. ദെൻ മെഷർ എഫക്റ്റീവ്നെസ്. അതെന്താണ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രവൃത്തിയാണ് കൂടുതലും വേണ്ടത്, അല്ലെ? നമുക്ക് സ്റ്റാൻഡേർഡ് എത്തണമെങ്കിൽ എന്താണ്, ഫലപ്രാപ്തി നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ മെഷർ ഓഫ് എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുക. ദെൻ ഡിസൈഡ് ഹൗ ഓഫൺ ടു റീഓഡിറ്റ്. അത് കഴിഞ്ഞ് തീരുമാനിക്കുക എങ്ങനെയാണ് നമുക്ക് ഒരു റീഓഡിറ്റ് നടത്താൻ പറ്റുക, നടത്താമോ വേണ്ടെന്നുള്ളത് ഫൈനലൈസ് ആയിട്ട് തീരുമാനത്തിലെത്തുക. ദെൻ ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് മോണിറ്ററിംഗ്. വീണ്ടും നമുക്ക് എന്താണ്, വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയിലേക്ക്, പ്രോസസ്സിലേക്ക്, അതായത് സാധാരണ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ആക്ച്വലി പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതെങ്കിൽ മാറ്റം വരുത്തി, എന്തെങ്കിലും അത് മാറ്റം വരുത്തുകയാണെങ്കിലും അത് നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ശ്രമിക്കും. അഥവാ നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, റീഓഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതിങ്ങനെ മെഷർ എഫക്റ്റീവ്നെസ്സും റിവ്യൂ എവിഡൻസും ഒക്കെ വീണ്ടും പരിശോധിച്ച് വീണ്ടും ഒരു റീഓഡിറ്റ് ഒക്കെ നടത്തിയിട്ട് വീണ്ടും ഒരു ഡെയിലി പ്രോസസ്സിലേക്ക് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ്, ഡെയിലിയുള്ള വീണ്ടും പ്രോസസ്സിലേക്ക് അത് വീണ്ടും പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 6 സ്റ്റേജിലൂടെയാണ് നമ്മൾ എന്ത് കണ്ടെത്തിയത് സ്റ്റേജ്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് ആ 6th സ്റ്റേജിലൂടെയാണ്. ഓക്കെ അല്ലെ? ഈ 6th സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലായോ? രാവിലെ പോയാ നിങ്ങള്? മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താ നമ്മളെ നെക്സ്റ്റ് ഇത് എന്താണ്, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതാണ് നമ്മൾ അടുത്തത് കാണുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട് അതൊക്കെ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, ഡിസീസസ് ഓഡിറ്റ്, ഒബ്സ്ട്രിക് കേസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, നഴ്സിംഗ് ഓഡിറ്റ്, ഡെത്ത് ഓഡിറ്റ്. അപ്പൊ ഓഡിറ്റ് എന്ന് പറയുന്നത് ക്ലിനിക് ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം, അല്ലെ? അത് ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ചില സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് തന്നു മാത്രമേ ഉള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിലും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അത് എന്തിനൊക്കെ വേണ്ടിയാണെന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പറയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സർവേ നടക്കണം. ഇത്ര പെർസെന്റേജ് ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ പേഷ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് മെയിൻ ആയിട്ട് വരുന്നത് ഫിസിഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് എന്താ പറയുന്ന സ്കാനിങ് പ്രോസസ് ഒക്കെ നടത്തുന്നത് ഈ ഹോസ്പിറ്റലാണ്. അങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എവിഡൻസ് കിട്ടണമെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് നടത്തുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. അതായത് ഒരു ശതമാനത്തിന്റെ കണക്ക്, അല്ലെങ്കിൽ ഇത്രയും ഇയറിൽ ഒരു ഇയറിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത്രയും ഈ മന്തിൽ നമ്മൾക്ക് പറയില്ലേ, നമ്മൾ എന്താ പറയുന്ന പേപ്പറിൽ ന്യൂസുകളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ
എത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കണക്കുകൾ ബോധ്യമാക്കുന്നത്. അപ്പൊ ആ ശതമാന കണക്കുകൾ ബോധ്യമാക്കുന്നത് എന്തിനു വേണ്ടിയില്ല, എന്തെങ്കിലും ഒരു ന്യൂസ് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓഡിറ്റ് നടത്താറുണ്ട്. ഞാൻ എക്സ്റേ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിക്കുന്നതിന് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തില് നമ്മൾ പറയുകയാണ് ഈ പ്രാവശ്യത്തെ എക്സറേസുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം എന്ന് തോന്നിച്ചു, അല്ലെങ്കിൽ ഇത്രയും ഈ വർഷത്തെ എത്രത്തോളം ഇവിടെ എന്താണ് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് എന്തെങ്കിലും തോന്നി, സ്കാനിങ് സെന്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് ഓഡിറ്റ് നടത്താം. അപ്പൊ അവിടെ ഒരു സെപ്പറേറ്റ് വിങ് ആയിട്ട് പറയുകയാണ് എക്സ്റേ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവിടെ ഒരു ഓഡിറ്റ് ചെയ്യുന്നത്. ദെൻ ഡിസീസ് ഓഡിറ്റ് നമ്മൾ മിക്കവാറും കാണാം. ഇപ്പൊ ഈ ടൈമിൽ ഇപ്പൊ മഴക്കാല സീസണിലാണെങ്കിൽ കൂടുതൽ പനിയാണ് വന്നത്, ഇത്രയും ഡെങ്കിപ്പനി വന്നു, ഇത്രയും എന്താ പറയുക ചിക്കൻഗുനിയ വന്നു, അങ്ങനെ പല രീതിയിലുള്ള ഡിസീസിന്റെ ആ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ വെച്ച് ഓഡിറ്റ് നടത്തും അല്ലെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിങ് പ്രത്യേകം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഓഡിറ്റ് പറയും. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ടെങ്കിലൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും ഭേദഗതി വരുത്തണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്തരം രോഗനിർണയവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് നടത്തും. അങ്ങനെ ഓബ്സ്റ്റിക് കേസസ്, അതായത് പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിറ്റ് നടത്തും. ഇപ്പൊ നവജാത ശിശുക്കൾക്കൊക്കെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്തും. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ അത് കുറയാനായിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊതുവെ ഓഡിറ്റ് പർപ്പസ് നടത്താറുണ്ട്. ദെൻ നഴ്സിംഗ് ഓഡിറ്റ്, ഇതേമാതിരി തന്നെ നഴ്സുമാരുടെ പങ്ക്ച്വാലിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്യൂട്ടി എന്തെങ്കിലും കുറയ്ക്കാനോ കൂട്ടാനോ എന്തെങ്കിലും വേണ്ടിയിട്ട് നഴ്സുമാർക്ക് വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്തും. ഡെത്ത് ഓഡിറ്റ്, എത്ര മരണം നിരക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഓഡിറ്റ് കൈകാര്യം ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ ഇവിടെ കുറച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്നുള്ള ഹെഡിന്റെ കീഴിൽ. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ്, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. എന്താ അവരുടെ റോൾ എന്താണെന്ന് നോക്കാം. To facilitate and provide a good working environment. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഒരു നല്ല ഒരു വർക്കിംഗ് എൻവയറമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് എന്താണ് അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെ. നമുക്ക് അറിയാം ഒരു നല്ല പങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഡിറ്റ് വഴിയാണ് നല്ലൊരു അന്തരീക്ഷം അവിടെ പാക്കേജ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ അതാണ് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയൺമെന്റ്, ഒരു നല്ല എൻവയൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റ് നടത്താം. അതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റിന്റെ ഒരു പങ്കാണെന്ന് പറയാം, ഒരു റോളാണ് അത്. ടു പ്രൊവൈഡ് ഫെസിലിറ്റേറ്റ് റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. അതേമാതിരി തന്നെ ഒരു ഓഡിറ്റ് വഴി ചിലപ്പോൾ ആണെങ്കിൽ എന്താ പറയുക നല്ല വിഭവങ്ങളെല്ലാം, അതായത് അവരുടെ ചിലപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കാം, ചിലപ്പോൾ മെഷീനറീസ് ആയിരിക്കാം, ചിലപ്പോ ചില എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആയിരിക്കും, അതിന്റെയൊക്കെ കൃത്യമായ ഉപയോഗം, അതിന്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ വിതരണവും സ്മൂത്ത് സപ്ലൈ, അതായത് വിതരണം അതിന്റെ ഒരു എന്താ പറയുക കൃത്യമായ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഭയങ്കര എഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ അത്തരം ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ ഓഡിറ്റ് ഒരു സഹായകരമാണ്. Then next, to motivate, to enable the medical care providers to work enthusiastically. അതായത് നമുക്ക് പ്രചോദനം നൽകുന്നു എന്താ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ്, അവർക്ക് നല്ലൊരു സംരക്ഷണം അല്ലെ. മെഡിക്കൽ കെയർ നമുക്ക് എന്താണ് ശരിക്കും പേഷ്യൻസിനെല്ലാം നല്ല ഒരു സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് ഈ ഓഡിറ്റ് കൊണ്ട് നമുക്ക് ഉറപ്പുവരുത്തും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു ഉത്സാഹത്തോടു കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും അല്ലെ. അതാണ് അപ്പൊ ഈ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താ അത് ഉത്സാഹം ഉണർത്തുന്ന രീതിയിലേക്ക് നമ്മളെ ആക്കും അല്ലെ. വളരെ എന്താ പറയാ ഡള്ളായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടാവില്ല. ഇത്രയും ടാർഗറ്റും ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ഭയങ്കര ഉത്സാഹത്തോട് കൂടിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് ഉത്സാഹം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ഓഡിറ്റ് പർപ്പസ് ഒരു മോട്ടിവേഷൻ ആയിട്ട് വരുന്നുണ്ട്. ദെൻ to attend a patient complaint grievances by
ഗ്രീവനസ് റിഡ്രസൽ കമ്മിറ്റി, അതായത് എന്തെങ്കിലും പദ്ധതികൾ അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഒരു രീതികൾ ഉണ്ടാക്കണം എന്ന് നോക്കാം. നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് പുതിയ പുതിയ പദ്ധതികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൂടുന്ന ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യും, പുതിയ പുതിയ ഒരു ക്യാമ്പയിൻ വേണമെന്നോ പുതിയ ഒരു മേഖല വേണം എന്നൊക്കെ തീരുമാനിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പദ്ധതികൾ ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, ഈ ഓഡിറ്റ് വഴിയാണ് സാധ്യമാക്കുള്ളൂ അല്ലെ. ആ ഓഡിറ്റ് വരുമ്പോഴാണ് ഇന്ന കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്ന പേഷ്യൻസിന് ഇതൊരു ഉപകാരപ്രദമാവും, ഒപ്പം ഡോക്ടേഴ്സിന് ഇതെല്ലാം ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, പരിചയപ്പെടാനും നടപ്പാക്കാൻ വേണ്ടിയിട്ടും ഇത് ഓഡിറ്റ് പർപ്പസ് സഹായകരമാണ്. പിന്നെ എന്താ പറയുന്നത്, ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് പ്രസന്റ് നോട്ട്സ്, അതായത് നമുക്കറിയാം ഇപ്പോ മീഡിയാസ് ഇപ്പൊ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ മാത്രമേ തന്നെ ഇപ്പോ ഈ ഹോസ്പിറ്റലിലെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് തോന്നുകയാണ്. എന്തൊക്കെയാണ് ഇതില് കൈകാര്യം ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ദൈനംദിന വീക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ ഓഡിറ്റ് പർപ്പസ് വളരെ ഫലപ്രദമായെന്നാണ്. ഇപ്പോ ഓഡിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത്രയും നാളത്തെ കാര്യങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് നമുക്ക് ഏത് മീഡിയാസ് ആര് വന്നാലും നമുക്കത് കൈകാര്യം ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതൊരു ഈ ഓഡിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട റോളാണ്. നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും നമുക്കറിയാം, ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പേഷ്യൻസിന് നമ്മൾക്ക് എന്താ പറയുന്ന അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നടത്താനായിട്ട് ഈ ഓഡിറ്റ് പർപ്പസ് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. എന്തെങ്കിലും നിലവിലുള്ള കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ്, ഇപ്പൊ നിലവിലുള്ള ഇന്റർവ്യൂസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് സജഷനോട് കൂടിയിട്ട് പുതിയ പുതിയ രീതി, ഇപ്പൊ മിക്കവാറും ഇതിലെല്ലാം നമുക്കറിയാം, ഇപ്പൊ ഇലക്ട്രോണിക്സിന്റെ ഇതൊക്കെ നെറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ആ സജഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വേണ്ടതെന്നൊക്കെ ഉള്ള തീരുമാനിക്കാനായിട്ട് അതൊക്കെ ഓഡിറ്റ് വഴിയാണ് നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്, അതേമാതിരി തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളും നയങ്ങളും എല്ലാം ഒരു നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കണ്ടെത്താനായിട്ട് ഓഡിറ്റ് വർക്കിന് ഒരു വ്യക്തമായ ഒരു പങ്കുണ്ട് അല്ലെ. ഓഡിറ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ പേഷ്യൻസിനെല്ലാം ഇത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, ഇത്തരം നയങ്ങളാണ് നമ്മൾ രൂപീകരിക്കേണ്ടത് എന്നെല്ലാം തീരുമാനമെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളാണ്, അതായത് ഓഡിറ്റ് മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇത് കഴിഞ്ഞ അടുത്തൊരു ടോപ്പിക് കൂടി തുടങ്ങാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പോകുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മിസ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് കൊണ്ട് കിട്ടുന്നത്? ആണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, അതായത് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പോകുന്ന കാര്യമാണ്. എഡ്യൂക്കേഷനായിട്ട് നമുക്ക് ഒരുപാട് അറിവ് കിട്ടാനായിട്ട് സാധിക്കും. ദെൻ പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് കൂടുതൽ അറിവുകളിലേക്ക് എത്താനായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെയാണോ ഈ സംസാരമല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ്, റിസോഴ്സ് എഫക്റ്റീവ്, അതായത് വിഭവങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എല്ലാ വിഭവങ്ങളെല്ലാം നന്നായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഡോക്ടേഴ്സിന്റെ സേവനം, നഴ്സുമാരുടെ സേവനം, ഒപ്പം തന്നെ മറ്റ് എന്തൊക്കെയാണ് മെഷീനറീസ് ആണെങ്കിലും ടൈം ആണെങ്കിലും അതൊക്കെ ആയിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് മ്യൂട്ട് ചെയ്ത് നോക്കട്ടെ, എന്തോ ഒരു ഡിസ്റ്റർബൻസ് എന്തോ വേണ്ടല്ലേ, മാറുന്നുണ്ടോന്ന് അറിയാനാണോ.
ഞാൻ എടുക്കുമ്പോൾ മറ്റൊരു സൗണ്ടുകൾ കയറി വരില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് നിങ്ങളൊന്ന് 10 സമയം മ്യൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. നോക്കട്ടെ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ശബ്ദം കയറണം. അവരെ 5 മിനിറ്റ് ക്ലാസ് എടുത്ത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, റിസോഴ്സ് എഫക്റ്റീവ്, റേസ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി? എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി പറഞ്ഞു, പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു, റിസോഴ്സ് എഫക്റ്റീവ്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് അത് ഡോക്ടേഴ്സിന്റെ സേവനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആയിരിക്കാം, എന്തും നമ്മുടെ എന്താ പറയണ വിലപ്പെട്ട സമയമായിരിക്കാം. എന്ത് റിസോഴ്സും എഫക്റ്റീവായിട്ട് ഫലപ്രാപ്തിയോട് കൂടിയിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. ദെൻ റൈസ് സ്റ്റാൻഡേർഡുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെർഫോമൻസ് തുടങ്ങുക. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇംപ്രൂവ്മെന്റ്സ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ദെൻ പ്രൊമോട്ട്സ് ചേഞ്ചസ്. ഇതന്നെ പറഞ്ഞ മാതിരി തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണെങ്കിലും അത് പ്രൊമോട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, അതേമാതിരി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, അതെല്ലാം ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് നേടിയെടുക്കാനായിട്ട് ഈ ഓഡിറ്റ് വഴി സാധിക്കും. ദെൻ പിയർ ലീഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡ്. എന്താ പറയുന്നത്, സമാനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മനസ്സിലാക്കുക. അതായത് പല ഒരേപോലെയുള്ള മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻവോൾവ്സ് പേഷ്യൻസിനെ നമുക്ക് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ കുറച്ച് ഗുണങ്ങളാണ്. നെക്സ്റ്റ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ഇനി ഇതുമാതിരി തന്നെ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ നമുക്കറിയാം എന്തിനും ഒരു മെറിറ്റ്സ് ഉണ്ടെങ്കിൽ ഏകദേശം ഓപ്പോസിറ്റ് ഒരു ഡിമെറിറ്റ്സ് എന്തിനും ഉണ്ടാവും. അപ്പൊ പ്രോബ്ലംസ് എന്താ നോക്കാം. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ പറയും ഇങ്ങനെ നമ്മുടെ എവിഡൻസ് എന്ന് പറയുന്നത് പഴയ കാലത്തെ കുറെ എക്സ്പീരിയൻസും കുറച്ച് റെക്കോർഡ്സും വഴിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അഭാവം, അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഭാവം ഉണ്ടെങ്കിൽ അതൊരു പോരായ്മ തന്നെയാണ്. അതിന്റെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. അപ്പൊ ചിലത് ഇങ്ങനെ ഒട്ടുമില്ലാതിരിക്കാം, അഥവാ ചിലപ്പോ ഉണ്ടെങ്കിൽ തന്നെ റെക്കോർഡ് ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ കംപ്ലീറ്റഡ് ആയിരിക്കില്ല. പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ സേവനങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഇത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാനുള്ള എക്യുപ്മെന്റ്സും അതിനുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ല എങ്കിൽ നമുക്കത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ക്വാളിറ്റി മെയിൻ്റനൻസ്. ദെൻ ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഞാൻ പറഞ്ഞു ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ് അല്ലെ. നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനെ അവരുടെ രോഗമനുസരിച്ച് കൈകാര്യം ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അത് എല്ലാവർക്കും വേണം അല്ലെ. ഫ്രണ്ട് ഓഫീസിലുള്ള വ്യക്തികൾ മുതൽ അങ്ങറ്റത്തുള്ള ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ വരെ അത് ആവശ്യമാണ് അല്ലെ. നമുക്ക് അവരായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ, അവരെ ചിലപ്പോ എന്താ പറയുക, നമുക്ക് താഴ്ന്ന് അവരുടെ ഫാമിലി മെമ്പറായിട്ട് അവരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം അല്ലെ. അപ്പൊ വരുമ്പോ പേടിയൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആക്ഷൻ എടുക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അതെ, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആണ് മെഡിക്കൽ സ്റ്റാഫിന്റെ മോട്ടിവേഷൻ. ഏത് പേഷ്യൻസിനെയും നന്നായിട്ട് പ്രചോദനത്തോടെ അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിലെ പേഷ്യൻസ് അവിടെ ചെല്ലാനായിട്ട് ആഗ്രഹിക്കുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കായിക വരികയാണെങ്കിൽ ഇതൊരു പ്രോബ്ലം തന്നെയാണ്. നെക്സ്റ്റ് ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. എന്തെങ്കിലും ഒഴിവാക്കപ്പെടുകയാണ്, അതിന്റെ മൂല്യങ്ങൾ, മെഡിക്കൽ ഓഡിറ്റിന്റെ മൂല്യങ്ങൾ ചിലപ്പോൾ ഓഡിറ്റ് ഒക്കെ നടത്തിയിട്ട് കറക്റ്റ് റിപ്പോർട്ട്സ് ആയിരിക്കില്ല അതിലൊന്നും എന്താ ചെയ്യാ ഉൾപ്പെടുത്തുക. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതൊന്നും ഒരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ്, അതിന്റെ ആ വാല്യൂസ് ഒക്കെ ഇഗ്നോർ ചെയ്യുക, ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രോബ്ലം തന്നെയാണ്. ദെൻ സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിങ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കറക്റ്റ് ഓഡിറ്റ് വാല്യൂസ് ഒന്നും ഇൻവോൾവ് ചെയ്തില്ലാത്ത പോലെ തന്നെയാണ് റോങ് ആയിട്ട് റിപ്പോർട്ട് കൊടുത്താലോ അതല്ലേ. നമ്മൾക്ക് ഒരു എവിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിലുള്ള റിപ്പോർട്ടുകൾ, റെക്കോർഡ്സ് എല്ലാം റോങ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ നമുക്ക് അത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് കൂടെ നഷ്ടം ഉണ്ടാവാം. കാരണം
നമ്മൾ അതാണ് എവിഡൻസ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു റോങ് റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിലും ഇത്തരം മെഡിക്കൽ ഓഡിറ്റ് സക്സസ്ഫുള്ളി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതെല്ലാമാണ് പ്രോബ്ലംസ് ഇൻ എ മെഡിക്കൽ ഓഡിറ്റ്, ഓഡിറ്റിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, വോയിസ് അൺമ്യൂട്ട് ചെയ്ത് ചെയ്യാനാണ്. ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ ഓഡിറ്റിന്റെ ലാസ്റ്റ് ഒരു ഇതാണ് എന്താ കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് അല്ലെ? എന്താണ് കണ്ടന്റ് എന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ, ഇതൊന്ന് സാധാരണ രീതിയിൽ പറയുന്ന ഒരു ഇത് തന്നെയാണ്. വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാവും, അതായത് അതുമായി ബന്ധപ്പെട്ട പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ് ആണ്, എന്തൊക്കെയാണ് ഫിക്സ് ചെയ്തേക്കണം മേഖലകൾ എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയ എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ്, എന്തൊക്കെ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് അവിടെ യൂസ് ചെയ്തേക്കണേന്ന് ആ ഒരു കണ്ടന്റില്, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റില് ഉള്ളടക്കത്തിൽ ഉണ്ടായിരിക്കും. ദെൻ റിസൾട്ട്, ഇതിന്റെ ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നമുക്ക് റിസൾട്ടുകൾ കിട്ടി, ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ആഫ്റ്റർ പെർഫോമൻസ് വെരിഫൈ ചെയ്ത് എത്രത്തോളം ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താനായിട്ട് സാധിച്ചു എന്നുള്ള റിസൾട്ട് അതുണ്ടായിരിക്കും. ദെൻ റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ചസ്, എന്ന് പറയുന്നത് തന്നെയാണ് റെക്കമെൻഡേഷൻ. ഇന്ന ചേഞ്ചുകൾ നല്ലതാണ്, റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലതാണ്, അതായത് അത്തരം കാര്യങ്ങളെല്ലാം ഇൻവോൾവ് മാറ്റം വരുത്തേണ്ടതൊക്കെ നല്ലതായിരിക്കും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. റെക്കമെൻഡേഷൻസ് ഫോർ ഫ്യൂച്ചർ ഓഡിറ്റ്, ഇനി എന്തിനു വേണ്ടിയിട്ടാണോ ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള റെക്കമെൻഡേഷനും ഈ ഉള്ളടക്കത്തിൽ ഉണ്ടാവും. അതായത് ഇപ്പൊ ഓഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിലും കാര്യങ്ങളാണ് നമുക്ക് നേടാൻ സാധിച്ചത്, അതിന്റെ റിസൾട്ട് ഇന്നതാണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇത്തരത്തിലുള്ള ഓഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന എന്ന് റെക്കമെൻഡ് ചെയ്യുന്നതും മായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്താ കണ്ടന്റിൽ ഓഫ് ആൻ ഓഡിറ്റ്, അതായത് ഓഡിറ്റിന്റെ ആമുഖത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ അപ്പൊ അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഓഡിറ്റിന്റെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ഓഡിറ്റ്? ഹലോ, മനസ്സിലായി മിസ്സേ. നമുക്ക് ഓഡിറ്റിന്റെ ചാപ്റ്റർ 2 ദിവസം കൊണ്ട് എടുത്തെങ്കിലും അത്യാവശ്യം ക്ലിയർ ആയ ഒരു നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതി തന്നെയായിരുന്നു. അതായത് ജസ്റ്റ് അതിന്റെ സ്റ്റാൻഡേർഡും എന്താ പറയുക പെർഫോമൻസും ആക്ഷനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലെ. കുറച്ച് പേജുകൾ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങളും അങ്ങനെ ആക്കിയില്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഓഡിറ്റ് എന്ന ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഈ ചാപ്റ്ററിൽ? ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് PDF ഉള്ളവരൊന്ന് എടുത്ത് വെക്കാം. ചാപ്റ്റർ 47 ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നോക്കാം, ചാപ്റ്റർ 47 ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. PDF ഒന്ന് തപ്പി എടുത്തോട്ടാ. നമുക്ക് തുടങ്ങാം. ഓക്കെ അല്ലേ? നമുക്ക് കിട്ടിയോ? നിങ്ങൾ PDF എടുത്തോ? സമയം തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോ മിസ്സേ. Chapter 47 on overview of health and hospital administration. 47
എന്താണ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനം ആരുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് എന്ത് ഈ ചാപ്റ്റർ 47 നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ്? നമ്മൾ ഇത്രയും നാളും പഠിച്ചതൊക്കെ തന്നെയാണ്. അതിങ്ങനെ സ്പെസിഫൈ ചെയ്ത്, അതായത് കുറച്ച് പേരുകളിലൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണിത്. എന്താന്ന് നോക്കാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് or hospital management is the field that is related to leadership, management and administration of public health systems, healthcare systems, hospital and hospital networks in all the primary, secondary and tertiary sectors. അതായത് ഇതൊരു ബിഗ് സെന്റൻസ് ആണ്. അതായത് ഒരേ ലേബലിൽ തന്നെയാണ് ഇതൊക്കെ അറിയുന്നത്, ഒരേ രീതിയിലുള്ള പ്രവൃത്തി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതാണ് അതിൽ നിന്ന് വ്യക്തമാക്കി തരുന്നത്. അതായത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ആരോഗ്യ സംരക്ഷണം അല്ലെ. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റലിലെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ ഫീൽഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലീഡർഷിപ്പ്. അവരെന്താ ചെയ്യുന്നത്? അവരുടെ ഫീൽഡ് എന്താണ്? മീൻസ് ടു റിലേറ്റഡ് ടു ലീഡർഷിപ്പ്. ഒരു ലീഡർഷിപ്പ് ആണ് അവർ ചെയ്യുന്നത്. എന്ത്? അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ്, അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ഒരു മാനേജ്മെന്റിന്റെ റോളാണ് ചെയ്യുന്നത്. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ട അതുമായി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഓഫ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു മാനേജിങ് പവർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് പവർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്തു പോകുന്നത്. അതാണ് പറയുന്നത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, ഹെൽത്ത് കെയർ സിസ്റ്റം, ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് ഇൻ ഓൾ ദ പ്രൈമറി. അത് ഏത് ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രൈമറി പ്രാഥമിക മേഖലയായാലും സെക്കൻഡറി മേഖല ആയാലും ടെർഷ്യറി മേഖല, അത് ദ്വിതീയ തൃതീയ അങ്ങനെയൊക്കെ പറയൂലേ മലയാളത്തിൽ, അങ്ങനെയൊക്കെയാണ് വേർഡ്സ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ ഏത് മേഖലയിലും വേണ്ടി ഏത് മേഖലയിലാണെങ്കിലും അവരെ ഒരു ലീഡർഷിപ്പാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ പവറിലിരിക്കുന്നവരെല്ലാം എന്താണ്? ഒരു ലീഡർഷിപ്പ് പവറോട് കൂടിയിട്ടാണ് അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലെ. അവരാണ് എന്ത് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. The healthcare administrators formulate, control and coordinate medical and health services for organization and business. അപ്പൊ നമ്മൾ അതേ പവറോട് കൂടിയിട്ടാണ് നമുക്കൊരു ജോബ് കിട്ടിയേക്കുന്നത് അല്ലെ. അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളുണ്ട് അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, അവർ എന്താ രൂപകൽപ്പന ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നു ആൻഡ് കോർഡിനേറ്റ്. അവർ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ദെൻ ആൻഡ് ഹെൽത്ത് സർവീസസ് ഫോർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ വഴി എന്താണ്? ആരോഗ്യ സേവനങ്ങളെല്ലാം മറ്റുള്ളവർ പബ്ലിക്കിനെ കൊടുക്കുകയും അതൊരു ബിസിനസ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ബിസിനസ് അല്ലെ, ഒരു ബിസിനസ് ആണ്. ഒരു വ്യാപാര രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അവർക്ക് എന്താണ്? ഹോസ്പിറ്റലുകൾ വെറുതെ ആരെങ്കിലും നടത്തിക്കൊണ്ട് പോകും, സേവനത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല ഇപ്പോ ഹോസ്പിറ്റൽ അല്ലെ. മിക്കവാറും സേവനത്തോടൊപ്പം തന്നെ അവരെന്താണ്? ഏർണിങ്സും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ബിസിനസ് രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവര് അഡ്മിനിസ്ട്രേറ്റീവ് പവറില് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പവറിൽ ഇരിക്കുന്ന വ്യക്തികള് ശരിക്കും പറഞ്ഞ മൊത്തത്തിൽ ഹോസ്പിറ്റലിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഒരു ഫോർമുലേഷൻ നടത്തുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇതിന് എന്തൊക്കെ സ്റ്റെപ്പ് വേണ്ടി വരും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവര് സർവീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരൊരു ബിസിനസ്സും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. Then next പറയുന്ന as a healthcare administrator, it manages the benefits of employees as well as create a connection between benefits and
ഫിസിഷ്യൻസ് അല്ലെ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ എന്താണ് ശരിക്കും പറഞ്ഞ എംപ്ലോയീസിന്, അവിടെയുള്ള എംപ്ലോയീസിന് എല്ലാം എന്താ ബെനിഫിറ്റ്, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊടുക്കുന്നത് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഡിസിഷൻസ് ഒക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എംപ്ലോയീസിനെല്ലാം ബെനിഫിറ്റ് ആകുന്നതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻസ്. അവിടെയുള്ള ഫിസിഷ്യൻസിനും അവിടെയുള്ള ഏത് ഡോക്ടേഴ്സ് ആണെങ്കിൽ നഴ്സുമാർ ഏത് രീതിയിലുള്ള വ്യക്തികൾക്കും അതേപോലെ തന്നെ മറ്റു രീതിയിൽ എംപ്ലോയീസ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും എന്താണ് ഇവരാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് മാനേജ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത്. ദീസ് റിക്വയർമെന്റ്സ് അതായത് ഇവരുടെ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് തീരുമാനം, അവരുടെ തീരുമാനത്തിന്റെ ബേസിലാണ് മാനേജ്മെന്റ് എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കൂലേ. അതായത് അത്രയും പവറാണ് അവർക്കുള്ളത്. അവരതനുസരിച്ച് അനലൈസ് ചെയ്തിട്ട് എന്നും ഡിസിഷൻസ് എടുക്കുള്ളൂ. These requirements need a broad background in a business skills and specialized knowledge of the healthcare field. ഇതെല്ലാം കാരണം എന്താണ് ഇവർക്ക് എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലുള്ള വ്യക്തികൾക്ക് അവർക്ക് എന്താ സ്കില്ല്, നല്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട നല്ല ഒരു കഴിവുണ്ടായിരിക്കണം. സ്പെഷ്യലൈസ്ഡ് നോളജ്, അവർക്ക് സ്പെഷ്യലൈസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. ഹെൽത്ത് കെയർ ഫീൽഡുമായിട്ട് ഈ ശരിക്കും പറഞ്ഞ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലാണ് നമ്മൾ ജോലിക്ക് പോകുന്നതെങ്കിൽ ഹോസ്പിറ്റലിലുമായി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഒരുപാട് നോളജ് നമ്മൾ നേടണം അല്ലെ. നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ അതിന്റെ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ എന്താ പറയുക A to Z ഹോസ്പിറ്റലിന്റെ A to Z വരെയുള്ള കോഴ്സ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഫ്രണ്ട് ഓഫീസ് തുടങ്ങി നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കവർ ചെയ്തിട്ടാണ് ആ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു അതുമായി ബന്ധപ്പെട്ട് ഏത് ഡിസിഷൻ എടുക്കാനും ഏത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന വ്യക്തിക്ക് സാധിക്കും അല്ലെ. അതിനാവശ്യമായ ഒരു നോളജ് അല്ലെങ്കിൽ സ്കില്ല്, കഴിവ് ആ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ പൊസിഷൻ അതാണെങ്കിൽ അത്തരത്തിലുള്ള മൊത്തത്തിലുള്ള അവയർനെസ് അവര് അറിഞ്ഞിരിക്കണം. ഇതാണ് മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു മീനിങ് ആണ് ഇവിടെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള മൊത്തത്തിൽ ഈ ഒരു ഡിസിഷൻ മേക്കർ, ഒരു ഒരു നല്ലൊരു പൊസിഷനാണ് അവർക്ക് കിട്ടുക. എന്താ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. വലിയ വലിയ ഹോസ്പിറ്റലില് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലാണ് നമുക്കൊരു ജോലിയെങ്കിൽ എന്താണ് അതിന് വലിയൊരു പൊസിഷൻ തന്നെയാണ്. പക്ഷെ അവർക്ക് ഇതിനുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം എവിടെയാണ് ഇവരുടെ ഏത് രീതിയിലാണ് ഇപ്പോ ഫ്രണ്ട് ഓഫീസിലുള്ള വ്യക്തികൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് ഇവര് നന്നായി മനസ്സിലാക്കിയിരിക്കണം. തന്നെ അതേമാതിരി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എവിടെയാണെങ്കിലും ഫാർമസിയിൽ അവിടെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തീരുമാനങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന വ്യക്തിക്ക് സാധിക്കും. പക്ഷെ അപ്പോൾ അതിനുള്ള നോളജ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മളെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു. നെക്സ്റ്റിൽ പറയുന്നത് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, പ്രത്യേകത, സ്കോപ്പ് എന്തോരം വ്യാപ്തിയാണ്, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തെല്ലാം പ്രാധാന്യമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ളത്. The healthcare administration, also often called health administration and medical administration, includes in making both the daily and long-term decisions that indicate the healthcare system's business strategies. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ വിവിധ പേരുകളിലാണ് ഈ വ്യക്തികൾ അറിയപ്പെടുന്നത് അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ മാനേജിങ് ഫീൽഡിലുള്ള പവർ ആണെങ്കിൽ ആ ഒരു മാനേജിങ് അഡ്മിനിസ്ട്രേറ്റിംഗ് പേഴ്സൺ എന്നുള്ള ആ ഒരു മീനിങ്ങിലൊക്കെ നമ്മൾ എടുക്കാം. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയാം. ദെൻ ഇൻക്ലൂഡ്സ് മേക്കിംഗ് ബോത്ത്, അവരെന്താ ചെയ്യുന്നത് ഡെയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടേം ഡിസിഷൻസ്, പുതിയ പുതിയ തീരുമാനങ്ങളാണ്. ഡെയിലി ചിലപ്പോ ഇന്ന മേഖലയിലാണ് ഒരു പ്രോബ്ലം വന്നേക്കണമെങ്കിൽ അതുമായി ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്ത് അവിടെ കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ ഇന്ന ഒരു ബ്ലോക്ക് തന്നെ മൊത്തത്തിലാണ് പ്രശ്നമെങ്കിൽ ആ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഫോൾട്ട് സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ട് അവിടെ മൊത്തത്തിൽ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ല. ഈവൻ ഇവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങ് മാനേജ്മെന്റിനെ അറിയിക്കുകയും മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുകയും വരികയൊക്കെ ചെയ്യും. അപ്പോ ഈ പവറിലിരിക്കുന്ന വ്യക്തി പക്ഷെ മൊത്തത്തിൽ നോളജ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ഡെയിലി ഒരു മാറ്റങ്ങൾ വരുത്തണം, ചിലപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്.
ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ബിസിനസ് സ്ട്രാറ്റജി. അത് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആ ബിസിനസിന്റെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഡെയിലി എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. ചിലപ്പോൾ ലോങ് ടൈം ആയിട്ട് ചില ഹോസ്പിറ്റലൊക്കെ എന്താണ് നമ്മൾ എന്താ പറയണ രാവിലെ കറക്റ്റ് ആയിട്ട് പഞ്ചിങ് അല്ലെ, പഞ്ചിങ് സിസ്റ്റം ഒക്കെ അത് ലോങ് ടൈം ആയിട്ട് ഇതൊക്കെ നടപ്പാക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ എടുക്കുന്ന വരാം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ളത് അത് ബിസിനസിന്റെ സ്ട്രാറ്റജി പോലെ ഇരിക്കും. Then a health administration is the practice which manages, leads, oversees, administrates the operation of a dynamic, complex healthcare entities, including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. ഇങ്ങനെ ഒരു സെന്റൻസിനെ തന്നെ ഇങ്ങനെ കുഞ്ഞിതായിട്ട് കോമന്റ് പറയുന്നത് കൊണ്ടാണ് നമുക്ക് വേർഡ് മീനിങ്ങുകൾ മാത്രമേ നമുക്ക് എന്താ പറയണോ ക്യാച്ച് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി അത് എന്താണ് ആ പാരഗ്രാഫ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ പ്രാക്ടീസ്, ഒരു പ്രാക്ടീസ് ആണ് എന്ത് വിച്ച് മാനേജ് ചെയ്യുക, ലീഡ് ചെയ്യുക, ഓവർസീസ് നമ്മൾ മൊത്തത്തിൽ അവലോകനം ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദ ഓപ്പറേഷൻ ഓഫ് എ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ്. ഇപ്പൊ സാധാരണ രീതിയിലായിട്ടുള്ളതാണെങ്കിലും കോംപ്ലക്സ് എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട എൻറ്റിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു കോംപ്ലക്സ് പ്രോബ്ലം ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടേറിയ പ്രോബ്ലം ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ് കൂടുതലായിട്ടുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ഹെൽത്ത് കെയർ സിസ്റ്റംസ് നഴ്സിംഗ് വെച്ചാൽ അപ്പൊ നഴ്സിംഗ് ഹോമുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഫാർമസിസ്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെട്ടതായിരിക്കും. എവിടെയാണെങ്കിലും ഈ മാനേജ് ചെയ്യാനായിട്ട് വിച്ച് മാനേജ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജ് അവരെല്ലാം അവിടെയെല്ലാം മാനേജ് ചെയ്യാനും ലീഡ് ചെയ്യാനും എല്ലാം ബാധ്യസ്ഥനാണ്. അതായത് ആ വ്യക്തി അതിന് ഏബിൾ ആയിരിക്കണം, ആ വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് the importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees and assisting every patient. അപ്പോ ഇതില് ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിപുലീകരിച്ചു നമുക്ക് മൊത്തത്തിൽ മനസ്സിലായി എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് മനസ്സിലായി അല്ലെ. അത് ശരിക്കും ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള അവയർനെസ്സോട് കൂടിയിട്ട് തീരുമാനം എടുക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയോ അതല്ലെങ്കിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ട് കൂടുതൽ ഡിസിഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിങ്ങനെ സെപ്പറേറ്റ് വിങ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തന്നെ. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി. ചിലപ്പോൾ ഡെയിലി നമുക്ക് എന്തെങ്കിലും ഹെൽപ്പിംഗ് ഫെസിലിറ്റീസ് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അതിന് തയ്യാറായിരിക്കണം. പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്കിന് വേണ്ടിയിട്ടും എന്തെങ്കിലും അല്ലെ. കസ്റ്റമേഴ്സ് ആണ് ശരിക്കും നമ്മള് ഫ്രണ്ട് ഓഫീസിലൊക്കെ പറഞ്ഞ കിങ്, അവരാണ് നമ്മുടെ രാജാവിന്റെ ആ ഒരു ലേബലില് നമ്മള് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ. ആ വിനയത്തോടും കാര്യത്തോടും കൂടി അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ നമ്മളുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള വ്യക്തികൾ. അപ്പൊ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സ് വേണം. അപ്പൊ പബ്ലിക്കിന് വേണ്ടിയിട്ടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്തൊക്കെ ഫ്രീ ആയിട്ട് ഇന്ന ദിവസം ഇങ്ങനെ ഫ്രീ സൗജന്യമായിട്ട് നേത്ര ചികിത്സ നടത്തുന്നു, സൗജന്യമായിട്ട് ഇങ്ങനെ ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ പരിശോധിക്കുന്നു. അങ്ങനെ പബ്ലിക്കുമായിട്ടുള്ള ചില പ്രോഗ്രാംസുകളെല്ലാം ഇവര് തന്നെ വഴിയായിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ വ്യക്തികളെ നിയമിക്കുകയും അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും കൊടുക്കാൻ, അസിസ്റ്റിംഗ് എവരി പേഷ്യൻസിനും അസിസ്റ്റന്റ് ആയിട്ട് എല്ലാ പേഷ്യൻസിനെയും എന്താ പറയുക എല്ലാ പേഷ്യൻസിനെയും മൊത്തത്തിലാണ് ഇവർ കെയർ ചെയ്യുക അല്ലെ. പേഷ്യൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന വ്യക്തികളെ എപ്പോഴും നോട്ടം വിടുക. അവര് വരണം, അവര് വഴി ബിസിനസ് റൺ ചെയ്യണം എന്നൊക്കെയാണ് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അവർക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും അവരെ കൂട്ടി നിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാകും. ഓക്കെ ആണോ? ഈ 2 പാരഗ്രാഫ് മനസ്സിലായോ? ഹലോ അറിയിപ്പോളൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവം തന്നെയാണ്. അപ്പൊ അതിങ്ങനെ വ്യത്യസ്ത ലേബലിലാണ്. പിന്നെ ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങളും മനസ്സിലായി പോവാണ്. അതാണ് ഇപ്പൊ അത്യാവശ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഹോസ്പിറ്റലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.
അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ അവരോട് നമുക്ക് കൈകാര്യം ചെയ്ത് ഡിസിഷൻ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു കോൺഫിഡൻസും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ജോലി എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായ കാര്യമായിട്ട് വരില്ല. എല്ലാ പേഴ്സൺസും സെയിം ആണ്. അവരുടെ കോൺഫിഡൻസും കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ടുമാണ് ജോലിയൊക്കെ നേടുന്നത്. അപ്പൊ സ്മാർട്ട് ആയിട്ടിരിക്കുക. അതെ, നെക്സ്റ്റ് ഇതിലേക്ക് പോവാൻ നമുക്ക് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പങ്ക് എന്താണെന്ന് നോക്കാം. Hospital administrators are accountable for organizing and supervising the health services and everyday activities of a hospital or healthcare facilities. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവരുടെ ആ ഒരു പങ്ക് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിങ്, ആ സംഘടനയെ അല്ലെങ്കിൽ സംഘടനയെ കൈകാര്യം ചെയ്യുക, ആൻഡ് സൂപ്പർവൈസ്, അവരെ മേൽനോട്ടം വഹിക്കുക, ആൻഡ് അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റലിന്റെ എല്ലാ ഫെസിലിറ്റീസും, എല്ലാ സൗകര്യങ്ങളെയും എല്ലാം നോട്ട് ചെയ്യുക, എല്ലാ വ്യക്തികളെയും, എല്ലാ ഒരു എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് തലമാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലത്തിനേക്കാളും തലത്തിലും ഇവര് കണ്ണോടിച്ച് എന്തൊക്കെ തെറ്റുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം എന്നെല്ലാം ഒരു ഡിസിഷൻ എടുത്ത് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് പോവുക എന്നതാണ് മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്ന് പറയുന്നത്. Then healthcare administration is the management of all the non-clinical functions included in operating a healthcare facility, from daily operations to staffing to budgeting and finance to long-term strategies, planning to make sure the success of the healthcare provider or system. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഒരു കുഞ്ഞു കാര്യങ്ങൾ മാത്രമല്ല ഇവരെ ബാധിക്കുന്നത്. മൊത്തത്തില് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള എന്ത് തീരുമാനങ്ങൾ, അതിപ്പോ ബഡ്ജറ്റിങ്, അതായത് ഫിനാൻഷ്യൽ ആണെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നില്ല, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിസിഷൻ എടുക്കാനും എല്ലാം എന്താണ് ഇവര് ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും എടുക്കാനായിട്ടും ഈ അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാകണം. ഒന്നുകൂടി ആ സെന്റൻസ് വായിക്കാം. Healthcare administration is the management of all the non-clinical functions. Clinical functions മാത്രമല്ല, നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്, അതായത് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് മാത്രമല്ല മനസ്സിലാക്കി പോരേണ്ടത്. Then ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, എന്തെങ്കിലും സൗകര്യങ്ങൾ വേണ്ടി വരുമോ, ഫ്രം ഡെയിലി ഓപ്പറേഷൻസ്, സുഗമമായിട്ട് ഡെയിലി ഉള്ള കാര്യങ്ങൾ സൗകര്യപ്രദമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്, ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ്. ഇപ്പൊ അത് മാത്രമല്ല, ഫിനാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബഡ്ജറ്റ്, അവർക്ക് ഇപ്പൊ സാലറി കൊടുക്കുകയാണ്, അതിലെന്തെങ്കിലും ബ്ലോക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അവലോകനം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അവലോകനം ചെയ്ത് പുതിയ സ്ട്രാറ്റജി, എന്തെങ്കിലും ടെക്നിക്സുകളൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലേ. ഇപ്പൊ നമുക്കറിയാം ഡേ ഡ്യൂട്ടി ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന് ഇത്രയൊക്കെ സാലറി കട്ട് ചെയ്തു, അല്ലെങ്കിൽ അത്രയും സാലറി നേരത്തെ അഡ്വാൻസ് സാലറി കൊടുത്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ്, എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അദ്ദേഹം സക്സസ്ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തികൾ ആക്റ്റീവായിരിക്കണം. അപ്പോൾ ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ സിസ്റ്റം, അത് അങ്ങനെയെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തികൾ സന്നദ്ധരായിരിക്കണം. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു റോളാണ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ മൊത്തത്തിലുള്ള റോളാണ്. അതായത് മൊത്തത്തിൽ മാനേജ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പാരഗ്രാഫും കൂടി വെച്ചിട്ട് നമുക്ക് നിർത്താം. ദാറ്റ് ഈസ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഇതിങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചാപ്റ്റർ എന്ന് പറയുന്നത്, പക്ഷെ അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ എന്താ വിട്ടുപോവാതെ ഇരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ അവെയർ ചെയ്തിരിക്കാം, മനസ്സിലാക്കിയിരിക്കാം. പിന്നെ എക്സാമുമായി ബന്ധപ്പെട്ട കുഞ്ഞു ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതിങ്ങനെ മോക്ക് ടെസ്റ്റ് ഇതാണല്ലോ. അപ്പൊ അങ്ങനെയായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശരിക്കും PDF നിന്ന് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കെയർ ചെയ്ത് പോവാം. വാട്ട് ഈസ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? എന്താണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് വീണ്ടും ചോദിക്കുകയാണ്.
Healthcare administrators work behind the certain to make an extensive decision for the healthcare facility or institutions. They directly handle. ഞാനത് മൊത്തത്തിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ മതിയോ, ഓരോ സെന്റൻസ് വായിക്കണോ നോക്കാം. ഇതൊന്ന് മൊത്തത്തിൽ വായിച്ചത് പറഞ്ഞു നോക്കാം. Directly 3 minute ഉള്ളതുകൊണ്ടാണ്. They directly handle policy and budget to generate better patient experience and ensure the safety of guests and staff. അതായത് അത് ഞാൻ ഫോളോ ചെയ്ത രീതി തന്നെ പോകാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്ത പണിയാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ സർട്ടൻ ടു മേക്ക് എക്സ്റ്റെൻസീവ് ഡിസിഷൻ. മൊത്തത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്തെങ്കിലും സൗകര്യങ്ങൾ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ള വ്യക്തി എന്തായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കണം. They directly handle policy and budgets to generate a better patient experience. അവരെപ്പോഴും ഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യണം. എന്ത് പോളിസീസ്, നയങ്ങളോ ബഡ്ജറ്റുകളോ എല്ലാം ജനറേറ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. പേഷ്യന്റിനോടുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അതായത് ഹോസ്പിറ്റലിലെ കസ്റ്റമർ പേഷ്യൻസ് ആണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കൂടി ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് എന്ത് പോളിസീസും നയങ്ങളും ബഡ്ജറ്റൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫിന്റെയും വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാം സേഫ്റ്റി, അവർക്കെല്ലാം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഡിസിഷൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. Healthcare administrators have knowledge of the regulatory framework in the patient care. അവരെന്തായിരിക്കണം, നോളജ്, അവർക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. എന്താ റെഗുലേറ്ററി ഫ്രെയിം ഇൻ ദ പേഷ്യന്റ് കെയർ എന്നും, അതായത് റുട്ടീനായിട്ട് പ്രോബ്ലംസ് ഒന്നും വരാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തീരുമാനങ്ങളൊക്കെ ആയിരിക്കണം ഞാൻ എടുക്കേണ്ടത്, ഈ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഇരിക്കുന്ന വ്യക്തി എടുക്കേണ്ടത്. Their responsibilities are completely different from the responsibilities of a doctor or physician. അതേമാതിരി തന്നെ അവര് ഉത്തരവാദിത്തപ്പെട്ട ഈ ഡോക്ടേഴ്സിനും ഫിസിഷ്യൻസിനും എല്ലാം കംപ്ലീറ്റ്ലി അവർക്കെല്ലാം എന്താ പറയുക, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അവരെയെല്ലാം ബേർഡൻ ആക്കിയിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകൾക്കും ഒരു ബേർഡൻ ഒന്നും ആക്കാതെ അവരുടെ തന്നെ ഉത്തരവാദിത്തം എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനായി കണ്ടത്. While physicians handle patients directly, healthcare administrators supervise the facility itself. അതായത് ഫിസിഷ്യൻസ് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ്, അവരെ നിരീക്ഷിക്കണം എന്തെങ്കിലും ഫെസിലിറ്റീസുകളുടെ അഭാവമുണ്ടോ. ആൻഡ് യൂഷ്വലി ഹാവ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. അവർ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഗ്രീസ് ഒക്കെ, അതായത് അവർക്ക് ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യൂഷ്വലി ഉണ്ടായിരിക്കണം എന്ത് ബാച്ചിലേഴ്സ് ഡിഗ്രീസ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഈ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ കാരണം എന്തെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് അവർക്ക് അത്രയും ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഡിഗ്രീസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നെടുത്തേലേ നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിനെ വരെയും പറഞ്ഞു നിർത്തി. ഉണ്ടോ? മനസ്സിലായി അല്ലേ? എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ഓക്കെ അല്ലേ? തുഷാര മാത്രമാണോ ഒക്കെ പറഞ്ഞു? ഓക്കെ മിസ്സേ. ഓക്കെ മിസ്, താങ്ക് യു.